Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടർസ് ടോക്കിലെ വിഷയം പല്ല് സംബന്ധമായൊരു വിഷയമാണ്. എൻ്റെ കൂടെയുള്ള ഒരു ഡെൻറ്റിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ദന്തരോഗ വിദഗ്ധനാണ്. അദ്ദേഹം ഡോക്ടർ സതീഷ് അശോക്, പാലാരിവട്ടം, കൊച്ചി പാലാരിവട്ടം സതീഷ് അശോക്സ് ഡെൻ്റൽ ക്ലിനിക്കിലെ ഡോക്ടർ സതീഷ് അശോക്. അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പല്ലുവേദനയെക്കുറിച്ചാണ്. അതെ, ഒരുപക്ഷെ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ പ്രാക്ടീസിൽ 90% ഓഫ് ദ ടൈം ഡീൽ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രശ്നം പല്ല് വേദനയായിരിക്കും. പല്ല് വേദനയെ തുടർന്നുണ്ടാകുന്ന മറ്റ് പരിശോധനകളിൽ വരുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റ് ചികിത്സാ മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ടി വരുമെങ്കിലും അവർ കാണുന്ന കേസുകൾ ഒരു 90% പല്ല് വേദന തന്നെയായിരിക്കും. അതെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്തതനുസരിച്ച് ഇന്നത്തെ വിഷയം പല്ലുവേദനയാണ്. വളരെ സിമ്പിളായിട്ടൊരു വിഷയം, പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാധനം. ഇപ്പോൾ ഡോക്ടറെ, ഈ പല്ലുവേദന, ഇപ്പോൾ നമ്മളെ വിഷയം അതാണല്ലോ പല്ലുവേദന. വളരെ സിമ്പിളായിട്ടുള്ള സാധനം, കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നും വളരെ സിമ്പിളായിട്ടൊരു വിഷയമാണ്. ഈ പല്ലുവേദന ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയാണോ? നിങ്ങൾ കാണുന്ന കേസസ് കൂടുതലും പല്ലുവേദന തന്നെയാണോ? തീർച്ചയായും. ഒരു ഡെൻ്റൽ പ്രാക്ടീഷണറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സിംറ്റം പല്ലുവേദന തന്നെയാണ്. അപ്പോൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ 2 കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായും ഈ പല്ലുവേദന കണ്ടുവരുന്നത്. അതിൽ ആദ്യത്തേത് പല്ലിൽ കേട് വന്നിട്ട്, അതായത് ഒരു ഡെൻ്റൽ കാരീസ് വന്നിട്ട് അത് പല്ലിൻ്റെ പൾപ്പിനെ എഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന വേദനയാണ്. രണ്ടാമത്തേത് ഗം റിലേറ്റഡ്, അതായത് മോണ സംബന്ധമായ മോണപഴുപ്പ് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുവരുന്ന വേദനയാണ്. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞതാണ് ഏറ്റവും തീക്ഷ്ണമായ ഒരു വേദനയ്ക്ക് ഇടയാക്കുന്നത്. ഏറ്റവും തീക്ഷ്ണമായ വേദനയ്ക്ക് കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ പെർസെൻറ്റേജും ആ കാരണം അത് തന്നെ. എല്ലാ പ്രായത്തിലുള്ളവർക്കും വരാൻ സാധ്യതയുള്ള ഒരു ഇതാണ് ഈ പറയുന്നത്. എന്താ നിങ്ങൾ ഈ പല്ലിലെ കേട് എന്ന് പറയുന്നത്? കാരീസ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് സാധനം? കാരീസ് ബേസിക്കലി നമ്മുടെ പല്ലിൽ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന പല്ലിലൊരു സുഷിരം അല്ലെങ്കിൽ ഒരു ഹോളെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു മിനറലൈസേഷനിലൊരു ബ്രീച്ച് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മുടെ ബാക്ടീരിയൽ ആക്ഷൻ കൂടുതലായി വരികയും അവിടെ ഈ ഡെൻ്റൽ കാരീസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കേട് കണ്ടു കഴിഞ്ഞാൽ അത് സാധാരണ ഒരു നോർമൽ ഫില്ലിങ്, അതായത് ആ കേടുള്ള ഭാഗം നീക്കം ചെയ്ത് അവിടെ ഫില്ലിങ് വയ്ക്കാവുന്നതാണ്. പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മുടെ ഡെൻ്റൽ പൾപ്പിലേക്ക് ഈ കാരീസ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻറ്റിന് വേദന അനുഭവപ്പെടുന്നു. ഈ കാരീസ് എന്ന് പറയുന്ന സാധനം വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതിന് കൃത്യമായ കാരണം ഇതുവരെ ഞാൻ ചോദിക്കാൻ കാരണം പല്ല് ഈസ് സപ്പോസ് ടു ബി വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് എലിമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിലുള്ള, എല്ലിനേക്കാളും ശക്തിയുള്ള സാധനം, അല്ലെങ്കിൽ ഇനാമൽ പോലുള്ള ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് സാധനം വെച്ച് കവർ ചെയ്തിരിക്കുന്ന സാധനമാണ് പല്ല്. അതിലൊരു കേടുണ്ടാവുക എന്ന് പറഞ്ഞാൽ ദർ ഷുഡ് ബി സം റീസൺ. എന്താണ് അതിന് കാരണം? ഒരു അസുഖം പോലെയും ഒരു പ്രത്യേക കാരണമല്ല, ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കമ്പൈൻ വിത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സുമായി കലർന്നുണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതായത് ഒരു മഴയത്ത് ഇപ്പോൾ 4 പേര് ഇറങ്ങി നടക്കുമ്പോൾ അതിലെല്ലാവർക്കും പനി പിടിക്കുന്നില്ല. അതിനോട് കാറ്റലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് കേടുവരുന്നത്. അതിൽ കൂടുതലായി പറയാൻ കഴിയുന്നത് നമ്മുടെ സലൈവയുടെ അല്ലെങ്കിൽ നമ്മുടെ pH ലെവലാണ്. അസിഡിക് ആയിട്ടുള്ളൊരു സലൈവറി pH ഉള്ള ഒരാൾക്ക് തീർച്ചയായും കേടുവരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അസിഡിക് ആയിട്ടുള്ള pH, കാരണം ഈ അസിഡോജനിക് തിയറിയാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അതായത് അസിഡിറ്റി കൂടുതലുള്ളപ്പോൾ പല്ലുകളിലെ മിനറലൈസേഷൻ ഡീമിനറലൈസ്ഡ് ആവുകയാണ് പല്ലുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ടീരിയയ്ക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നു. അങ്ങനെയാണ് പല്ലുകളിൽ കേട് കൂടുതലായി വരുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അതേപോലെ നമ്മളെടുക്കുന്ന മെഷേഴ്സ്, നമ്മൾ വൃത്തിയായി പല്ല് ബ്രഷ് ചെയ്യും, അതുപോലെ കെയർ എടുക്കുക, ഇതൊക്കെയാണ് അതൊരു കാരണം പറയാനുള്ളത്. ഈ കാരീസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പല്ലിലെ കേട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ, അതായത് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അങ്ങേറ്റത്ത് വരുന്ന ലക്ഷണമല്ല, തുടക്കത്തിൽ കാണാവുന്ന എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും? തുടക്കത്തിൽ ഇതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ചെറിയൊരു നിറവ്യത്യാസം, അതായത് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു സ്റ്റെയിനിങ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു സംഭവമാണ്. അത് മിക്കവാറും പേഷ്യൻസ് അത് നോട്ട് ചെയ്യുന്നില്ല. കാരണം വേദന വരുമ്പോൾ മാത്രമാണ് പലരും വാതുറന്ന പല്ലുകളിലേക്ക് ശരിക്കും നോക്കുന്നത് തന്നെ. അപ്പോൾ ഈ വേദന വന്നു കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും രോഗി ഇതിനെക്കുറിച്ച് ബോധവാനാകുന്നത്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ലൈനൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാണ്. വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സാധാരണ ഫില്ലിങ് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോൾ ഈ വേദന വരുന്ന, ഇപ്പം പല്ലിൽ കറുത്ത കളർ കാണുന്നത് ആരും നോട്ടീസ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു പിന്നെ വരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പേഷ്യൻസ് നോട്ടീസ് ചെയ്യാൻ സാധ്യതയുള്ള സിംറ്റം പല്ലിലെ വേദന തന്നെയാണ്. പേഷ്യൻസ് മിക്കപ്പോഴും, ചിലവരുണ്ട് വളരെ അവെയർ ആയിട്ടുള്ളവർ, വളരെ കൃത്യമായി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് റിവ്യൂവിന് വരികയും ഇത് വളരെ ഏർലി ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്.
പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. വേദനയായിട്ട് വരുവാണ്. വേദനയാകുമ്പോഴാണ് അവരതിന് ഈ വേദനയായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റ് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്തായിരിക്കും നിങ്ങൾ എന്തായിരിക്കും അതിൽ കാണുന്നതും നോക്കുന്നതും? വേദന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഷ്യൻ്റ് വേദനയായി വരുമ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ കോസ്, അതായത് ഇതൊരു ഡെൻ്റൽ കാരീസ് മൂലം ഉണ്ടാകുന്ന വേദനയാണോ അതോ മോണസംബന്ധമായ വേദനയാണോ എന്നുള്ളതാണ് ആദ്യം നമ്മളതിൽ നോക്കുന്നത്. ഡെൻ്റൽ കാരീസ് സംബന്ധമായി വരുന്ന വേദനയാണെങ്കിൽ നമ്മൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് ഒരു തുടക്ക സ്റ്റേജ് ആണെങ്കിൽ നമുക്കൊരു ഫില്ലിംഗ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇല്ല, ശരിക്കും പൾപ്പൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ, അതായത് ഡെൻ്റൽ പൾപ്പിലേക്ക് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീക്ഷ്ണമായ ഒരു വേദനയായിരിക്കും. അങ്ങനെയുള്ള കേസിൽ അടുത്ത സ്റ്റെപ്പ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ആണ് അതിൻ്റെ ഒരു ഫില്ലിംഗ് തന്നെ 2 തരത്തിൽ നിങ്ങൾ ചെയ്യാറില്ലേ? ടെമ്പററി ഫില്ലിംഗ്, പെർമനൻറ്റ് ഫില്ലിംഗ്, ഇത് തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട് ഉള്ള എല്ലാ പല്ലുകളും തന്നെയും ആദ്യം ടെമ്പററി ഫില്ലിംഗ് കൊടുക്കുകയും പിന്നീട് അത് മാറ്റി പെർമനൻറ്റ് ഫില്ലിംഗ് ആക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മെഡിക്കൽ സയൻസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസസ് വന്നിട്ടുള്ളൊരു ഫീൽഡാണ് ഡെൻറ്റിസ്ട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു മോഡറേറ്റ് ഡെപ്ത് ഉള്ള ക്യാവിറ്റി ആണെങ്കിൽ ആദ്യം തന്നെ പെർമനൻറ്റ് ഫില്ലിംഗ് കൊടുക്കാവുന്നതാണ്. വളരെ ഡീപ്പായിട്ടുള്ള ക്യാവിറ്റി ആണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ആദ്യം ടെമ്പററി ഫില്ലിംഗ് കൊടുത്ത്, ടെമ്പററി ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഫില്ലിങ്ങിനേക്കാൾ ഉപരി ഒരു മരുന്നാണ്, മെഡിക്കേറ്റീവ് എഫക്റ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ അത് വയ്ക്കുകയും ഇൻഫെക്ഷനും ആ പൾപ്പിൻ്റെ ഇൻഫെക്ഷൻ കുറയല്ല, പൾപ്പിൻ്റെ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടെമ്പററി ഫില്ലിങ്ങും പെർമനൻറ്റ് ഫില്ലിങ്ങും ഒന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്? അതായത് നമ്മൾ സാധാരണ ഒരു ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ പല്ലിൻ്റെ ഇനാമൽ ഡ്രിൽ ചെയ്ത് അതിനെ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ റൂട്ടിലേക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ കടന്നു വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് റൂട്ട് കനാലിന് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ റൂട്ടിനെ ഒരു സിമ്പിളായ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ പല്ലിൻ്റെ വേരിനെ ചികിത്സിച്ച് അടയ്ക്കുന്ന ഒരു രീതി, അതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. പല്ലിൻ്റെ വേരിനെ ചികിത്സിച്ചടയ്ക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എന്താണ് നിങ്ങളവിടെ ചെയ്യുന്നതെന്ന് പറയാം. അതിൽ നമ്മൾ പല്ലിൻ്റെ പൾപ്പ് ചേമ്പറും അതിൻ്റെ റൂട്ട് കനാൽസിലും, അതായത് നമ്മുടെ ഒരു പല്ലിൻ്റെ ജീവൻ നിലനിർത്തുന്നത് അതിനുള്ളിലെ പൾപ്പ് ചേമ്പറാണ്. അവിടെയാണ് അതിൻ്റെ നെർവ് സപ്ലൈയും ബ്ലഡ് വെസൽസും എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴാണ് വേദന വരുന്നത്. കാരണം നമ്മുടെ പല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഫീലിംഗ് മാത്രമേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ, പെയിൻ. വേറെ ഒരു തരത്തിലുള്ള ഇതും ഇല്ലാത്തൊരു ഓർഗനാണ് പല്ല്. അപ്പോൾ ഈ പെയിനെ മാറ്റാൻ വേണ്ടി നമ്മൾ അതിനുള്ളിലുള്ള പൾപ്പിലുള്ള ടിഷ്യൂ മുഴുവൻ റിമൂവ് ചെയ്ത് അതിലെ ഇൻഫെക്ഷൻ മാറ്റി അതിനെ അടയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും പല്ലിൻ്റെ ഉള്ളിലുള്ള ജീവനുള്ള എല്ലാ സാധനങ്ങളെയും മാറ്റുകയാണ്. കാരണം അത് ജീർണിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് അതിന് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ജീർണിച്ച ടിഷ്യൂസിനെ റിമൂവ് ചെയ്ത് അതിലെ ഇൻഫെക്ഷൻ മാറ്റി ആ സ്ഥലത്ത് ബയോകമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ഈ ജീവനുള്ള സാധനങ്ങൾ മാറ്റിക്കഴിയുമ്പോൾ പല്ലൊരു നിർജീവമായ വസ്തുവായിട്ട് തീർച്ചയായും അതിന് പല്ലിന് ഡീഗ്രഡേഷൻ സംഭവിക്കില്ലേ ഭാവിയിൽ? ഡീഗ്രഡേഷൻ അല്ല, അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജീവനുള്ള ഒരു ചെടിയും ഒരു ഉണങ്ങിയ ചുള്ളിക്കമ്പും, ഇതിനെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അതിലെ സ്ട്രെങ്ത് കുറവായിരിക്കും. അതുകൊണ്ടാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ക്രൗൺ അഡ്വൈസ്. ഇപ്പോൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ ക്രൗണിൻ്റെ കാര്യം പറഞ്ഞു. സാധാരണ എപ്പോഴും പറയുന്നത് കേൾക്കുന്നതാണ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൗൺ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഒരർത്ഥത്തിൽ നിർബന്ധമായും ചെയ്യുക തന്നെയാണ് നല്ലത്. കാരണം പല്ലിന് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ അതിന് ബലം കുറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഭാവിയിൽ അത് യൂസ് ചെയ്യാനും നമ്മൾക്ക് ചവച്ച് ആഹാരം നല്ലവണ്ണം കഴിക്കാനുമൊക്കെ ഉള്ള ഫോഴ്സ് വരുമ്പോൾ, പ്രത്യേകിച്ച് അണപ്പല്ലുകൾക്ക് അത്രയും ഒരു ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ ക്രൗൺ ഇട്ട് റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫാണ്, നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാരണം, ഈ റൂട്ട് കനാൽ ചെയ്ത പല്ലുകൾ നിർജീവമാവുകയാണ്. അപ്പോൾ അതിന് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ചെറിയ നിറവ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എസ്തെറ്റിക് സെൻസിൽ നോക്കിയാലും ആ നിറവ്യത്യാസം വരുമ്പോൾ അത് തീർച്ചയായിട്ടും ക്രൗൺ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മാസ്ക് ചെയ്യുകയും ചെയ്യാം. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് ഏജ് ബാറോ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റ് സെലക്ഷനോ ഉണ്ടോ, അതോ ആരിലും ചെയ്യാവുന്നൊരു പ്രൊസീജിയറാണോ ഇത്? ഇത് ആരിലും ചെയ്യാവുന്നതാണ്. ഏജോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്യുന്ന കേസ് സെലക്ഷൻ ഇതിലൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ ഉദാഹരണത്തിന് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ റൂട്ട് കനാലിന് പോകുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ തീർച്ചയായും ഒരു സിംഗിൾ സിറ്റിങ്ങിൽ പോലും അത് നിർവഹിക്കാവുന്നതാണ്. അതേസമയം വളരെ കാലപ്പഴക്കം വന്ന ഒരു അസുഖം, വളരെ ആപ്സസ്, അതേപോലെ വളരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചില കേസുകളിൽ നമ്മൾ റൂട്ട് കനാലിന് കൊണ്ട് പ്രയോജനമില്ല എന്ന് തന്നെ വേണം
പറയാൻ. ചില അതാണ് കേസ് സെലക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് പ്രോപ്പറായിട്ടുള്ള കേസ് സെലക്ഷനും പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു 100% വരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇതിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് യൂഷ്വലി ഡെൻ്റൽ കേസസിനെ കുറിച്ച് കേട്ടിരിക്കുന്നത്, ഡെൻ്റൽ കേസസ് ഒരു സിറ്റിങ്ങിൽ കംപ്ലീറ്റ് ആവുന്നില്ല. പലപ്പോഴും ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു പീരിയോഡിക് റിവ്യൂസ് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നു. റൂട്ട് കനാലിനും അത് ബാധകമാണോ? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പല്ലിനെ ക്രൗൺ വെച്ച് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ലിന് പിന്നെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും സംഭവിക്കുന്നില്ല, നോർമലായിട്ട് യൂസ് ചെയ്യാം. എന്നിരുന്നാൽ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഡെൻറ്റൽ ഒരു റെഗുലറായിട്ടുള്ളൊരു റിവ്യൂ എപ്പോഴും നല്ലതാണ്. കാരണം ബാക്കിയുള്ള പല്ലുകളുടെ ആരോഗ്യത്തെയും അതേപോലെ തന്നെ നമ്മുടെ മോണയുടെ ആരോഗ്യം ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്ത് പോയാൽ വളരെ ലളിതമായ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എപ്പോഴും വളരെ ഒരു ലേറ്റ് ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും ബാക്കിയുള്ള പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. വേറെ ഉള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകും. അല്ലാതെ റൂട്ട് കനാൽ ചെയ്ത ഈ ടൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ചൊരു റിവ്യൂവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ റൂട്ട് കനാൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പല്ല് കമ്പി ഇടുക എന്ന് പറയുന്ന ഇപ്പോൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ ഇതുപോലൊരു റിവ്യൂവിൻ്റെ ആവശ്യമുള്ളൂ? അതോ നിങ്ങളുടെ അഭിപ്രായത്തിൽ, ഡെൻറ്റിസ്റ്റുമാരുടെ അഭിപ്രായത്തിൽ ഒരു റെഗുലർ റിവ്യൂ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ടാകുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും. ഇപ്പോൾ കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഡെൻ്റൽ പ്രോബ്ലംസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും നിർബന്ധമായും നിങ്ങളുടെ ഫാമിലി ഡെൻറ്റിസ്റ്റിനെ കാണുക. മുതിർന്നവരിൽ അത്രയും ഫ്രീക്വൻ്റ് അല്ലെങ്കിൽ പോലും ഒരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ട്രീറ്റ്മെൻ്റ് അല്ല, ഒരു ചെക്കപ്പ് അതെപ്പോഴും അത്യാവശ്യമാണ്, ചെയ്യുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും. ഡെൻ്റൽ ഹൈജീൻ ആൻഡ് ഡെൻ്റൽ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. തീർച്ചയായിട്ടും. ഈ ഡെൻ്റൽ കാരീസിനെ കുറിച്ച് പറഞ്ഞപ്പം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ വായുടെ ഉള്ളിലെ ഹൈജീൻ അല്ലെങ്കിൽ വായുടെ ഉള്ളിൽ നമ്മൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു അത് ഈ ഡെൻ്റൽ കാരീസ് പോലുള്ള കേടുകളെ പോലുള്ള സാധനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. തീർച്ചയായും. എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഡെൻ്റൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? നോർമൽ ഡെൻ്റൽ ഹൈജീൻ മെയിൻ്റനൻസ് വളരെ സിമ്പിളായ ഒരു സംഗതിയാണ്. അതായത് നമ്മളെല്ലാവരും പറയാറുള്ള പോലെ 2 നേരം ബ്രഷ് ചെയ്യുക, കാലത്തും അതേപോലെ തന്നെ രാത്രി നമ്മൾ ബിഫോർ വി ഗോ ടു ബെഡ്. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് രാത്രിയുള്ള ബ്രഷിംഗ് ആണ്. കാരണം അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച അന്നത്തെ ആഹാര അവശിഷ്ടങ്ങളെല്ലാം വായിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കണ്ടുവരുന്നത്, ഇപ്പോഴത്തെ ഒരു യങ്ങർ ജനറേഷൻ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയായി വാ കഴുകി ആ ഒരു കൾച്ചർ മാറി ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ പലപ്പോഴും പല ഓഫീസസിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആഹാരം കഴിക്കുകയും അതിനുശേഷം ചുമ്മാ വെറ്റ് ടിഷ്യൂ കൊണ്ടൊന്ന് വൈപ്പ് ചെയ്യുകയും കൊണ്ട് അവസാനിക്കുകയാണ് അവിടുത്തെ ആ ഒരു ക്ലെൻസിങ് പരിപാടി. അപ്പോൾ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഏത് സമയത്ത് ആഹാരം കഴിച്ചാലും വൃത്തിയാക്കാൻ ബ്രഷ് ചെയ്യാൻ എപ്പോഴും കഴിയുന്നില്ല എങ്കിൽ പോലും നമ്മുടെ വിരലുപയോഗിച്ച് നല്ലോണം വൃത്തിയായി കഴുകാവുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ 2 നേരം ബ്രഷ് ചെയ്യുക. ഇതാണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വൺസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശാശ്വതമായ പെർമനൻ്റ് ആയൊരു സൊല്യൂഷനാണോ, അതോ വീണ്ടും ഈ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ടോ? റൂട്ട് കനാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു കേസ്, കറക്റ്റായിട്ടുള്ളൊരു കേസ് സെലക്ട് ചെയ്യും, അത് വളരെ ശാസ്ത്രീയമായി തന്നെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 100% തന്നെ ഉറപ്പുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. പിന്നീട് അത് ആ പല്ലിനൊരു പ്രോബ്ലം വരാനുള്ള സാധ്യതകൾ വളരെ റെയറാണ്. പിന്നെ വരേണ്ട കാര്യമില്ല. പിന്നെ ഓഫ് കോഴ്സ് പേഷ്യൻറ്റിൻ്റെ ബാക്കിയുള്ള ഹെൽത്ത്, ഇപ്പോൾ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പിന്നീട് വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അതിന് ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ ഈ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും അത് വളരെ ഒരു മൈന്യൂട്ട് പോസിബിലിറ്റിയാണത്. പ്രോപ്പറായി ചെയ്തൊരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തൊരു പല്ല് സാധാരണഗതിയിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. ഈ പല്ലിൽ പുളിപ്പ് വരുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പല്ലിൽ പുളിപ്പ് പല്ലിൽ കേടുണ്ടെങ്കിലും വരാം. അല്ലാതെ തന്നെ ചില കേസുകളിൽ അമിതമായ ബ്രഷിങ്, അതായത് ഇപ്പോൾ അമിത ശുചിത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് അരമണിക്കൂറൊക്കെ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ അവരുടെ ഇനാമലിൻ്റെ തേയ്മാനം ശ്രദ്ധിച്ച് നമ്മൾ കാരണങ്ങൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ പറയാറുണ്ട്, അരമണിക്കൂർ കേടുവരാതിരിക്കാൻ അല്ലെങ്കിൽ പല്ല് വെളുക്കാൻ അരമണിക്കൂർ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഗുണത്തെക്കാളും ഏറെ അത് ദോഷമാണ് ചെയ്യുക. ഇനാമലിന് തേയ്മാനം വരാറുണ്ട്. അപ്പോൾ നോർമൽ ബ്രഷിങ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം, കിടക്കുന്നതിന് മുന്നേ, ആഹാരം കഴിഞ്ഞതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം, പിന്നെ രാവിലെ ഒരു ബ്രഷിങ്, 2 നേരത്തെ ബ്രഷിംഗ് ആണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഒരു നോർമൽ ബ്രഷിങ്, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ, അതിനുപയോഗിക്കാവുന്ന ബ്രഷ്, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്നൊന്ന് സജസ്റ്റ് ചെയ്യാമോ? നോർമൽ ബ്രഷിങ് രാവിലെയും രാത്രിയും
ഏകദേശം തിയററ്റിക്കലി പറയുന്നത് ഒരു 3 മിനിറ്റ് വരെ ഒക്കെ ബ്രഷ് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ലെസ് ദാൻ 2 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. മാക്സിമം അതാണ്, അതിനുള്ളിൽ ബ്രഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ ഓറൽ ക്യാവിറ്റി ഒരു അത്ര ഒരു വലിയ കുഴപ്പം പിടിച്ച സ്ഥലമല്ല. അപ്പോൾ വളരെ സോഫ്റ്റായ ബ്രഷ് ഉപയോഗിക്കുക. കൈക്ക് തീരെ ബലമൊന്നും കൊടുക്കാതെ വളരെ ജുഡീഷ്യസ് ആയിട്ട് അത് ആ ഒരു രീതിയിൽ ലൈറ്റായിട്ട് ബ്രഷ് ചെയ്യുക. ഇതാണ് അതെല്ലാ പല്ലിൻ്റെ എല്ലാ വശങ്ങളെയും കവർ ചെയ്യുന്ന രീതിയിൽ ബ്രഷ് ചെയ്ത് പേസ്റ്റ് ഏത് പേസ്റ്റ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അത് നമ്മളുടെ സോപ്പ് പോലെയാണ്, അവരവർക്ക് കംഫർട്ട് പോലെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഈ സെൻസിറ്റിവിറ്റി പോലുള്ള പ്രോബ്ലം ഉള്ളപ്പോൾ അതിന് വേണ്ടിയുള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം. മോണസംബന്ധമായ പ്രോബ്ലം ഉള്ളവർക്ക് അതിന് വേണ്ടിയുള്ള പേസ്റ്റ് ഉപയോഗിക്കാം. അല്ലാതെ ഒരു നോർമൽ ഇൻഡിവിജ്വലിന് അവന് അല്ലെങ്കിൽ അയാൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പേസ്റ്റ് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. ജെല്ലും മറ്റേ വൈറ്റ് പേസ്റ്റും അങ്ങനെ നോക്കേണ്ട കാര്യം അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല. എല്ലാ പേസ്റ്റുകളും നല്ലത് തന്നെയാണ്. നമ്മുടെ കംഫർട്ടാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ബ്രഷ് സോഫ്റ്റ് ബ്രഷ് തിരഞ്ഞെടുക്കുക. സോഫ്റ്റ് ബ്രഷ് ആയിരിക്കും നല്ലത്. കാരണം കുറച്ചൊക്കെ ബലം നമ്മൾ കൊടുത്താലും കാര്യമായ ഡാമേജ് പല്ലിനോ മോണയ്ക്കോ സംഭവിക്കുന്നില്ല സോഫ്റ്റ് ബ്രഷ്. ഒരു ബ്രഷ് നമ്മൾ എത്ര നാൾ കൂടുമ്പോൾ ചേഞ്ച് ചെയ്യണം? അതിന് വരുന്ന ഡാമേജ് പോലെ ഇരിക്കും. അതായത് ചിലർക്ക് ഒരു 2-3 മാസം വരെ നിൽക്കാം. ചിലർക്ക് ഒരു മാസം കൊണ്ട് ആ ബ്രഷിൻ്റെ ബ്രിസിൽസ് അത് കാണുമ്പോൾ അറിയാം അത് വളരെ ഇതായി പോകും. ഒരു മാസത്തിനുള്ളിൽ ബ്രിസിൽസ് കേടായി പോവുകയാണെങ്കിൽ അയാളെ ബ്രഷിങ് ഇത്തിരി ആരോഗ്യം കൂടിയ വ്യക്തിയാണെന്ന് വേണം ചിന്തിക്കാൻ. പിന്നെ ഈ മൗത്ത് വാഷുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? മൗത്ത് വാഷിനെ പറ്റി പറയുകയാണെങ്കിൽ മൗത്ത് വാഷ് ബേസിക്കലി ആവശ്യമുള്ള അത് എല്ലാം ജുഡീഷ്യസ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു ആവശ്യവുമില്ലാതെ വെറുതെ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം നമ്മുടെ മൗത്തിലുള്ള പല ബാക്ടീരിയകളും ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. മൗത്ത് വാഷിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹെക്സിഡീനാണ്. അതുള്ളത് അത്രയും മോണപഴുപ്പോ അങ്ങനെയുള്ള ഇൻഡിക്കേഷൻ ഉള്ളപ്പോൾ മൗത്ത് വാഷ് ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമാണ്. അല്ലെങ്കിൽ അതൊരു അത്യാവശ്യമല്ല. അത് ഇറ്റ് ഇസ് ലെഫ്റ്റ് ടു ദ ചോയ്സ് ഓഫ് ദ പേഷ്യൻറ്റ്. അതേ ഉള്ളൂ. അതൊരു ആഡംബരം മാത്രമായി വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പലപ്പോഴും പലരും ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ. പക്ഷേ എന്നാലും ആവശ്യം തോന്നുകയാണെങ്കിൽ ഉപയോഗിക്കുക. അല്ലാതെ ഒരു അഭിവാഞ്ച്യ ഘടകമല്ല. നമ്മുടെ ഒരു ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിൽ ഒരു അഭിവാഞ്ച്യ ഘടകമല്ല മൗത്ത് വാഷ്. ഈ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലപ്പോഴും ഈ ടി വിയിൽ ആഡുകളിലൊക്കെ ഈ ഡെൻ്റൽ ഫ്ലോസിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഡെൻറ്റിസ്റ്റുമാരും പലരും ഡെൻ്റൽ ഫ്ലോസിംഗ് എന്ന വാക്ക് പല ഡോക്ടർ ഇപ്പോൾ ഇതുവരെ ഉപയോഗിച്ച് കണ്ടില്ല. എന്നാലും ഞാൻ ചോദിക്കുക, ഫ്ലോസിങ്ങിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ ഫ്ലോസിങ്? അതായത് നമ്മുടെ പല്ലുകളുടെ ഇടയിൽ കൂടുതലായും നമ്മുടെ മോളാർസ് അല്ലെങ്കിൽ അണപ്പല്ലുകളുടെ ഇടയിൽ ആഹാരം തങ്ങി നിൽക്കുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ടൂത്ത് പിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഷാർപ്പായിട്ടുള്ള ഓബ്ജക്ട്സ് വെച്ച് അത് കുത്തിയെടുക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവാം അല്ലേ? അപ്പോൾ അത് മോണയ്ക്ക് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെ കയറിയിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡെൻ്റൽ ഫ്ലോസ്. ഒരു ത്രെഡാണത്. അതായത് മോണയ്ക്ക് ഹാം വരാത്ത രീതിയിൽ ആഹാര വസ്തുക്കൾ അവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. എന്നിരുന്നാലും ഇതിന് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ ആവശ്യമില്ലാതെ ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പലപ്പോഴും യൂറോപ്യൻസും അതേപോലുള്ള പേഷ്യൻസ് വെസ്റ്റ് എന്നുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർ പറയാറുണ്ട് അവരുടെ ഡെൻറ്റിസ്റ്റ് എല്ലാവരും ചെറിയ കുട്ടികൾ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തൊട്ട് എല്ലാ ദിവസവും ഫ്ലോസ് ചെയ്യണം എന്നാണ് അവർക്ക് കിട്ടുന്ന നിർദ്ദേശം. അത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അത് ഒരു ത്രെഡാണെങ്കിൽ പോലും അതൊരു ഫോറിൻ ഓബ്ജക്റ്റാണ്. നമ്മുടെ നിരയൊത്ത പല്ലുകളുടെ ഇടയിൽ കൂടി ഇത് ഫോഴ്സ് ചെയ്ത് അകത്തേക്ക് കയറ്റുമ്പോൾ നിരന്തരമായ യൂസേജ് കൊണ്ട് പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാതെ ഇത് ഉപയോഗിക്കരുത്. അത് ദോഷം ചെയ്യും. എന്നിരുന്നാലും ഭക്ഷണ സാധനങ്ങൾ അകത്ത് കയറി സ്റ്റക്കാവുന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ ഏറ്റവും നല്ലതാണ്. ഡോക്ടർ ഫ്ലോസിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഫ്ലോസിങ് ശരിക്കും നമ്മൾ ഈ ഓരോ പല്ലിൻ്റെ ഇടയിൽ ഇത് ഈ ത്രെഡ് ഇട്ട് ചെയ്യുകയാണോ? ആഹാര സാധനങ്ങൾ കയറിയിരിക്കുന്ന അത് നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അല്ലാതെ റെഗുലറായി തീർച്ചയായിട്ടും ഫ്ലോസ് ചെയ്യരുത് എന്ന് തന്നെ ഞാൻ പറയും. ചെയ്യരുതെന്ന് തന്നെയാണ്. ഓക്കെ. അതുപോലെ വേറൊരു കാര്യം, ഈ നിങ്ങൾ ഈ ഡെൻറ്റിസ്റ്റുമാരുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഈ പല്ല് ക്ലീൻ ചെയ്യാനെന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിച്ച് ഒരു ഗ്രൈൻഡിങ് പോലൊരു പരിപാടി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം, ഈ പല്ല് അത് ചെയ്തു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടും, പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. അതിലെന്തെങ്കിലും വാസ്തവമുണ്ട്? അത് വളരെ കോമൺ ആയിട്ട് വരുന്ന പേഷ്യൻസ് പോലും ചോദിക്കാറുണ്ട്. ഞങ്ങൾ ക്ലീനിങ് സജസ്റ്റ് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് ഇനാമൽ നഷ്ടപ്പെടില്ലേ? അപ്പോൾ ഇതിൽ പറയാമല്ലോ, അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മളൊരു പല്ലിൽ കേട് വരുമ്പോൾ അത് ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ വെച്ച് തന്നെയാണ് ഇതും ഈ പല്ല് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം വരുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഡെൻ്റൽ സ്കെയിലർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതിന് ഒരു അൾട്രാസോണിക് വൈബ്രേഷൻ പ്ലസ് വാട്ടർ സ്പ്രേ ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഞാനിതിന് കൊടുക്കാറുള്ള മറുപടി നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഒരു പോറൽ പോലും സ്കിന്നിൽ വീഴുന്നില്ല. അപ്പോൾ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇനാമിൽ നഷ്ടപ്പെടുന്നില്ല, തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഇല്ല. അത് സേഫ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അത് ചെയ്യണമെന്നുണ്ടോ ഈ ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ്, പല്ലിൻ്റെ ഇടയിൽ ആഹാരവസ്തുക്കൾ കട്ടിപിടിച്ച് പ്ലേക്ക് അല്ലെങ്കിൽ കാൽക്കുലസ് ഇതുപോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ എപ്പോഴും പല്ല് വർഷത്തിലൊരിക്കൽ സ്കെയിൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ചെറിയ കുട്ടികളിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്തവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മുടെ ഡെൻറ്റിസ്റ്റ്, അതാണ് ഇതിന് ഏറ്റവും നല്ല ഒരു ഉപാധി, നമ്മുടെ ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഡെൻറ്റിസ്റ്റ് ആവശ്യമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ആരും ഇത് ആവശ്യമില്ലാതെ സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഡെൻറ്റൽ ക്ലീനിങ് ആവശ്യമാണ് എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഡെപ്പോസിഷൻ ഉണ്ടാകും. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം അവസാനിക്കാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോർമൽ ഡെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേമാൻ, ഒരു പേഷ്യൻ്റ് എന്ന് രോഗിയെന്ന് ഞാൻ പറയുന്നില്ല, രോഗിയാവാതിരിക്കാൻ ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഓറൽ ഹൈജീൻ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മൾ ബ്രഷിങ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക. എത്ര ലേറ്റ് ആവുകയാണെങ്കിലും ബ്രഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം കിടക്കുക. പീരിയോഡിക്കായ ഒരു ഡെൻറ്റൽ ചെക്കപ്പ്. പിന്നെ ഓരോ ആഹാര സമയം, ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഇത് കഴിഞ്ഞ് വൃത്തിയായി എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഓറൽ ഹൈജീനെ വളരെ പോസിറ്റീവായും വളരെ തൃപ്തികരമായും 6 മാസം കൂടുമ്പോഴെങ്കിലും ഡെന്റിസ്റ്റിനെ കണ്ടൊരു ചെക്കപ്പ്. അതെ, ഒരു മുതിർന്ന വ്യക്തി 6 മാസം കൂടുമ്പോൾ, ചെറിയ കുട്ടികൾക്ക് 3 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നല്ലതാണ് തീർച്ചയായിട്ടും. ഇന്നത്തെ ഒരു നമ്മുടെ ആഹാര രീതികളും ലൈഫ് സ്റ്റൈലും വെച്ച് തീർച്ചയായിട്ടും നല്ലതാണ്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടേഴ്സ് ടോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിൽ ഡോക്ടർ സതീഷ് അശോക്, അദ്ദേഹം പാലാരിവട്ടം അശോക്സ് ഡെൻ്റൽ ക്ലിനിക്കിലെ ഡെൻ്റൽ സർജനാണ്. അദ്ദേഹം വളരെ വിശദമായും ലളിതമായിട്ടും നമ്മുടെ പല്ലിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ, ശരിക്കും പറഞ്ഞാൽ ഡെൻ്റൽ കാരീസ്, പല്ലിന് വരുന്ന വേദന എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ് പ്രോഗ്രാം. പക്ഷേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പറഞ്ഞു തീർന്നത് കാരണം ഞാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ, അതായത് പല്ലുമായി ബന്ധപ്പെട്ട് ഇനി ഒന്നും തന്നെ ചോദിക്കാനില്ല എന്ന് തന്നെ പറയാം. വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലാതെ ഇനി വേറെ ഒന്നും അതിനെക്കുറിച്ച് ചോദിക്കാനില്ല. അപ്പോൾ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctorstock@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.